കഴിഞ്ഞ 1.5 വർഷമായിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഈ മാറ്റം. അതിനു മുമ്പ് ഏക സിവിൽ കോഡിലും പൗരത്വ നിയമത്തിലും ഒക്കെ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് മാറി എന്ന് അൻവർ പറയുമ്പോൾ അൻവർ അത്രേ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കും. ഈ കഴിഞ്ഞ 1.5 വർഷത്തിലാണ് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവ് വെളിച്ചം കണ്ടത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷമാണ് SFIയുടെ അന്വേഷണം ആരംഭിച്ചത്. അതുപോലെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കാൻ തുടങ്ങിയത്. അൻവർ പറഞ്ഞിട്ടില്ലെങ്കിലും നാട്ടുകാർ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് മകൾക്കെതിരെ സെൻട്രൽ ഏജൻസീസിന്റെ അന്വേഷണം തുടങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രി ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളും BJP അനുകൂല നിലപാടുകളും സ്വീകരിക്കുന്നു എന്നാണോ നാട്ടുകാർ ഈ അൻവർ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അഭിലാഷേ, അത് നിങ്ങൾ വല്ലാണ്ട് ഇന്റർപ്രിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനത് മനസ്സിലാക്കുന്നത്, ഞാനത് കേട്ടത് ഡോക്ടർ അരുൺകുമാറിന്റെ ചോദ്യത്തിന് മറുപടി ഇദ്ദേഹം പറയുന്നതാണ്. അരുൺകുമാർ ചോദിക്കുന്നുണ്ട്, ഈ എന്താ പറയാ, പൗരത്വ നിയമം പിണറായി വിജയൻ ഗംഭീരമായിട്ട് പറയട്ടെ. അപ്പൊ അതിൽ ഉത്തരം മുട്ടിയപ്പോൾ ഇദ്ദേഹം പറയുന്നതാണ് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ടാണ് ഇത്തരത്തിലുള്ള കോൺട്രാഡിക്ഷൻസ് ത്രൂ ഔട്ട് ഉണ്ടെന്നേ. അത് ഇദ്ദേഹം പറയുന്നത് P ശശി സെക്രട്ടറി ആയതിനു ശേഷമാണ് പ്രശ്നം എന്നാണ്. ഇദ്ദേഹത്തിന് കൂടെയുള്ള ആളുകൾ എല്ലാവരും പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ അന്ന് മുതലേ ഇങ്ങനെയാണെന്നാണ്. ഇനി നിങ്ങൾ ഈ പറയുന്ന SFIയുടേതാണെങ്കിലും അതിനേക്കാൾ ഭീകരമായ കേസായിരുന്നല്ലോ, അന്വേഷണമായിരുന്നല്ലോ മുഖ്യമന്ത്രിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കുമെന്ന് എത്രയോ തവണ BJPയുടെ പ്രതിനിധികൾ ഈ ഫ്ലോറിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴും BJPയോട് അഡ്ജസ്റ്റ് ചെയ്യാതെ ഈ കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇദ്ദേഹം ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തെ മോശം പറയാൻ വിഷമമുണ്ടെന്നുള്ളത്. ഓരോ സമയത്ത് തോന്നുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞിട്ട് ഒരു ബന്ധവുമില്ലാതെ, ലോജിക് ഇല്ലാതെ പറയാണ്. ഇപ്പൊ നിങ്ങൾ കേൾപ്പിച്ച സാധനം കണ്ടോ? മോട്ടോർ വെഹിക്കിൾസിന്റെ ഫൈൻ ആരാണ് തീരുമാനിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലല്ലോ, സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല. ഈ പ്രസംഗത്തിൽ, ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടോ, എന്റെ കയ്യിൽ തെളിവുണ്ട്, കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സത്യപ്രതിജ്ഞ നടത്തിയ MLAക്ക് പറയാൻ പറ്റുക തെളിവ് കൊടുക്കരുതെന്ന്? ഇന്നലെ ഇദ്ദേഹം പറയുന്നത് കേട്ടു, ഒരു ഗവൺമെന്റ് ആകുമ്പോൾ കുറച്ച് പക്ഷപാതിത്വം, സ്വജനപക്ഷപാതം വേണം എന്ന്. സ്വജനപക്ഷപാതം നടത്തുന്നില്ല എന്നാണ് ഇദ്ദേഹം കേരള പോലീസിനെതിരെ പറയുന്ന കാര്യങ്ങളുടെ ഒക്കെ ഫോക്കസോ ലോജിക്കും അതുപോലെ വിശ്വാസ്യതയും ഒക്കെ ഡിബേറ്റബിൾ ആണ്.